ഹലോ, ഇറ്റ്സ് മീ ബ്രിറ്റോ. അപ്പോൾ കറൻറ്റ്ലി ഞാനുള്ളത് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് എയർപോർട്ടിലാണ്. ഞങ്ങളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 1 ഇയർ പ്ലസ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് അതിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ യെസ്റ്റർഡേ സിംഗപ്പൂരിൽ നിന്ന് ഒരു 12.5 അവർ ഉണ്ടായിരുന്ന ഒരു ജേണി ഇപ്പം സൂറിച്ച് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ലാൻഡ് എന്ന് പറയുമ്പോൾ ദ ലാൻഡ് ഓഫ് ഐസ് ആൻഡ് ഫയർ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഏകദേശം 1 ഇയർ പ്ലസ് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് അതിൻ്റെ എൻഡിങ്ങിലോട്ട് എത്തുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ ബുക്ക് ചെയ്തു, കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഇനി അവിടെ എത്തിയതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അറിയാൻ പോകുന്നത്. അപ്പം ഇനി അവിടെ എത്തിയിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ കുറേ എക്സൈറ്റഡാണ് ഞങ്ങൾ. കാരണം എൻ്റെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്, ഒരു യൂറോപ്പ് ട്രിപ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ഒപ്പം വേറെ 2 ഫ്രണ്ട്സും ഉണ്ട്. ഇനി അടുത്ത ഫ്ലൈറ്റ് ഇവിടുന്ന് ഐസ്ലാൻഡിലോട്ട് അറൗണ്ട് ഒരു 11:30-ക്കാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കൺഫേം ആയിട്ടില്ല ഞങ്ങളുടെ ഗേറ്റ് നമ്പർ. അപ്പോൾ കൺഫേം ആവാത്തതുകൊണ്ട് ഞങ്ങളൊരു അറൗണ്ട് ഇവിടെ അടുത്തുള്ളൊരു ഗേറ്റിൽ വന്നിരിക്കുകയാണ്. ഇനി കൺഫേം ആയിട്ടാണ് ഞങ്ങൾക്ക് ഗേറ്റ് നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അവിടെ പോയിട്ടിരിക്കാൻ. അപ്പം ഇനി എന്തായാലും ബാക്കി വീഡിയോസ് ഞാൻ ഐസ്ലാൻഡിൽ എത്തിയിട്ട് ഇടുന്നതായിരിക്കും. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം നടക്കുന്ന അറിഞ്ഞോടെ പറ്റുന്ന രീതിക്ക് ഞാൻ എന്തായാലും വീഡിയോസൊക്കെ എടുത്ത് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ. ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ പോകുന്നൊരു ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ പ്ലാൻ അധികം എന്താ പറയുക, പ്രധാനമായൊരു ഘടകമായിരുന്നു അതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. ഈവൻ 1 ഇയർ മുന്നേ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമുക്ക് കുറേ ആഡ് വരാറുണ്ടല്ലോ. അതായത് പല സ്ഥലങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ പല സർവീസിനെ പറ്റിയും അങ്ങനെ കാണാനിടയായൊരു പരസ്യമായിരുന്നു ഐസ്ലാൻഡിലെ ക്യാമ്പീസി എന്ന് പറഞ്ഞൊരു വാൻ റെൻ്റൽ കമ്പനി. അതായത് ക്യാമ്പർ വാൻ അല്ലെങ്കിൽ അങ്ങനത്തെ സെറ്റപ്പ് റെൻ്റ് ചെയ്യുന്നൊരു കമ്പനി. അവരുടെ 1 ഇയർ മുന്നേ ബുക്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു പ്രൊമോഷനുണ്ട്, ഒരു 75% വരെയൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് കാണുന്നു. അപ്പം ഞങ്ങളത് ഡിസ്കസ് ചെയ്തും ഞങ്ങൾ 3 പേരും അതിനെപ്പറ്റി സംസാരിച്ചും അപ്പോൾ അറൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയ ഒരു ഡിസ്കൗണ്ടായിരുന്നു. കാരണം ഐസ്ലാൻഡ് എന്ന് പറയുന്നത് ഈവൻ ഞങ്ങൾ താമസിക്കുന്നത് സിംഗപ്പൂർ ആണെങ്കിൽ പോലും സിംഗപ്പൂർ ഈസ് ഓൾസോ എക്സ്പെൻസീവ് കൺട്രി ആണ്. പക്ഷേ ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ കൺട്രി വിസിറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുമ്പം അത് സൂപ്പർ എക്സ്പെൻസീവ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ സംബന്ധിച്ചിടത്തോളം സിംഗപ്പൂർ താമസിച്ചത് ഞങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഐസ്ലാൻഡ് ഒരു എക്സ്പെൻസീവ് കൺട്രിയാണ്. അപ്പോൾ ഞങ്ങൾ ആ വാൻ്റെ പ്രൈസ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഞങ്ങൾ വണ്ടറായി. കാരണം അത്രയും വില കുറവിൽ നമുക്ക് ആ വാൻ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നൊരു വലിയൊരു പ്ലസ് പോയിൻ്റ്. അപ്പോൾ ഒരിക്കലും ചാൻസ് നമ്മൾ മിസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഇത് ബുക്ക് ചെയ്യുകയാണെന്നുള്ള പ്ലാനോടുകൂടിയും ഞങ്ങൾ വെബ്സൈറ്റെല്ലാം നോക്കിയും അവരുടെ ലൊക്കേഷൻ നോക്കിയും അപ്പോൾ ജെന്യൂൻ ആണെന്ന് ഞങ്ങൾക്ക് തോന്നി. മെയിൽ അയച്ചും അവർ പറഞ്ഞു നിങ്ങൾ പ്രൊസീഡ് ചെയ്തും 24 ഡേയ്സ് ഈവൻ ബിഫോർ ആണെങ്കിൽ പോലും ഫ്രീ ക്യാൻസലേഷനാണ്, എമൗണ്ട് റീഫണ്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു $1,400 അല്ല എപ്പോഴാണെങ്കിൽ പൊട്ടേന്ന് പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ കൊല്ലം പോകാൻ പറ്റിയിട്ട് നമുക്കത് വേറെ ദിവസത്തേക്ക് അല്ലെങ്കിൽ വേറെ കൊല്ലത്തേക്ക് മാറ്റാമെന്നുള്ളൊരു ഐഡിയയോട് കൂടിയിട്ട് ഞങ്ങൾ എന്താ പറയുക അതങ്ങ് ബുക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് 1 ഇയർ ടൈം സ്റ്റാർട്ടായി. പിന്നെ അതിലേക്കുള്ള ഓരോ പ്രിപ്പറേഷനായി. ലൈക്ക് ആദ്യം വാൻ ബുക്ക് ചെയ്തല്ലോ, പിന്നെ നമുക്കറിയേണ്ടത് വാൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ പലരും വീഡിയോ കാണും, പിന്നെ ഐസ്ലാൻഡിൽ എന്താണ് കാണാനുള്ളത്, എങ്ങനെയാണ് റൂട്ട് തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളും അതിനിടയിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് സ്റ്റേ എടുക്കണം, ക്യാമറ വാൻ്റെ അകത്ത് കംഫർട്ടായിരിക്കും. അപ്പോൾ പല വീഡിയോസും ഞങ്ങൾ നോക്കി അതൊക്കെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്, വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ടോയ്ലറ്റ് എങ്ങനെയാണ്, അത് ഡ്രൈവിങ് എങ്ങനെയാണ്, നമുക്ക് ലൈസൻസ് കൺവേർട്ട് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ആലോചിച്ചു. അപ്പം ഞങ്ങൾക്കിത് ഓരോ ദിവസവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ലൈക്ക് ഞങ്ങൾ 3 പേരും കാണുമ്പോൾ ഞങ്ങൾ മൊത്തം സംസാരിക്കുന്നത് ഈ ഒരു ട്രിപ്പിനെ പറ്റിയും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഈവൻ റിമൈൻഡർ വരെ ഞങ്ങൾ ടിക്കറ്റ് എന്താ പറയുക പ്രൈസ് കുറയുമ്പോൾ റിമൈൻഡർ വരെ ഞങ്ങൾ ഇട്ടായിരുന്നു. പിന്നെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഒരു പ്രൊജക്റ്റ് പ്ലാൻ പോലെയായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ വിസയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തും അങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗേറ്റ് ഓൾമോസ്റ്റ് കൺഫേം ആയി. നമ്മളിരുന്ന ഗേറ്റ് ആയിരുന്നില്ല. നമ്മൾ രാവിലെ ചുമ്മാ എന്താ പറയുക ഗേറ്റ് കൺഫേം ആവാത്തതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കാം, ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാമെന്ന് വിചാരിച്ച് പോയിരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിലോട്ട് ലക്ഷ്യമാക്കി നടക്കുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മൾ രാവിലെ വരുമ്പം ഈ എയർപോർട്ട് ഓൾമോസ്റ്റ് കാലിയായിരുന്നു, എംപ്റ്റി ആയിരുന്നു, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പം ഗേറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഉച്ച സമയമായി. എന്താ പറയുക എയർപോർട്ട് ഓൾമോസ്റ്റ് എന്താ പറയുക അത്രയും ബിസിയായി. കുറേ ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന കുറേ ആൾക്കാരെ കണ്ടു. അപ്പം ഞങ്ങളിപ്പോഴും ഗേറ്റ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയ ഗേറ്റ്.
കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സമയം നല്ലപോലെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധൃതി അടിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നിൽക്കാൻ വന്ന ഫ്ലൈറ്റ് എഡൽവൈസിൻ്റെ ഫ്ലൈറ്റാണ്. എഡൽവൈസ് സ്വിറ്റ്സർലൻഡിലെ ഒരു പ്രമുഖ ലീസൽ എയർലൈനാണ്. അതായത് ഇത് സ്വിസ് ഇൻ്റർനാഷണൽ എയർലൈൻസിൻ്റെ ബ്രദർ കമ്പനിയും ലുഫ്താൻസ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയും കൂടിയാണ്. സൂറിക് എയർപോർട്ടാണ് ഇവരെ മെയിൻ ഹബ്ബ് എന്ന് പറയുന്നത്. ഇവിടെ സൂറിക് എയർപോർട്ടിൽ നിന്നും ഏകദേശം 65-ലധികം ഡെസ്റ്റിനേഷനിലോട്ടും ഇവരിവിടെ നിന്ന് സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ പറഞ്ഞ ഗേറ്റിലെത്തി. അപ്പോഴൊക്കെ അപ്പുറത്ത് ഗേറ്റിലൊക്കെ പല ഫ്ലൈറ്റിൻ്റെയും ബോർഡിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇരിക്കുന്നവരൊക്കെ ഞങ്ങളുടെ ഐസ്ലാൻഡിലോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ കയറാനുള്ളവരാണ്. അങ്ങനെ ഞങ്ങൾ എയറോ ബ്രിഡ്ജിൽ കയറിയപ്പോൾ തന്നെ അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ഒരാൾ വന്ന് എൻ്റെ ബാക്ക് ബാഗ് ചെക്കിനിലിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. കാരണം ഫ്ലൈറ്റ് ഓൾറെഡി ഫുള്ളായിരുന്നു. ഫ്ലൈറ്റ് ഞങ്ങളുടെ എഡൽവൈസിൻ്റെ ഫ്ലൈറ്റാണ്. അപ്പം ഉള്ളിലെ ബാക്ക് സ്പേസ് കുറവായതുകൊണ്ട് അങ്ങനെ എൻ്റെ ബാഗ് എടുത്ത് കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. അപ്പം അതിനകത്തുണ്ടായിരുന്ന ബാറ്ററിയും കാര്യങ്ങളൊക്കെ എൻ്റെ വേറൊരു ബാക്ക് ബാഗിലേക്ക് മാറ്റി. എൻ്റെ മാത്രമായിരുന്നില്ല, എൻ്റെ പോലെ തന്നെ പലരുടെയും ക്യാരിയൻ ബാഗേജ്, അതായത് ഹാൻഡ് ക്യാരി ബാഗേജ് ഒരാൾ മേടിച്ച് ചെക്കിനിലോട്ട് അയക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എൻ്റെ ഒരു കാര്യം മനസ്സിലായി. കാരണം ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളി ബുക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, എവിടെയെങ്കിലും കാലുള്ളടത്ത് പോയിരിക്കാമെന്നും അല്ലെങ്കിൽ ഏതിന് വിൻഡോ സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊക്കെ അപ്പം തന്നെ പോയി. പിന്നെ എൻ്റെ അപ്പുറത്തിരുന്നത് ഒരു അപ്പൂപ്പനായിരുന്നു കേട്ടോ. അപ്പൂപ്പൻ്റെ ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ് ഐസ്ലാൻഡ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കൊണ്ടുവന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു സ്നാക്സ് പിന്നെ ഒരു കോഫിയും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ഒരു പടവും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പടവും കംപ്ലീറ്റ് ആക്കാമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ 1 മണിക്കൂർ മുമ്പ് തന്നെ ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഈസ്റ്റർ എല്ലാം വിഷ് ചെയ്തു. അന്നായിരുന്നു ഈസ്റ്റർ. അങ്ങനെ അതെല്ലാം കണ്ട് കഴിച്ച് പടമെല്ലാം ബാക്കി കണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ കാത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ അനൗൺസ്മെൻറ്റ് എത്തി പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന്. നമ്മൾ ഓൾമോസ്റ്റ് ഐസ്ലാൻഡിലെ കെപ്ലവിക് ഇൻ്റർനാഷണൽ എയർപോർട്ട് റീച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വിത്തിൻ മിനിറ്റ്സിൽ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം വെതറെല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, സെറ്റാണെന്ന് പറഞ്ഞ് ഇൻഫർമേഷൻ എല്ലാം വന്നു. അനൗൺസ്മെൻറ്റിന് ശേഷം ഞങ്ങളെല്ലാവരും വിൻഡോയിലോട്ട് നോക്കിയിരിക്കുവാണ്, അവിടെ എങ്ങനെയുണ്ട്, സ്ഥലം എങ്ങനെയുണ്ടെന്നൊക്കെ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ കുറച്ച് നേരം എയർപോർട്ടൊക്കെ ഒന്ന് കറങ്ങി. കുറച്ച് നേരം, അധികം നേരമൊന്നുമില്ല, കുറച്ചൊക്കെ കറങ്ങി കഴിഞ്ഞ ശേഷം നേരെ പിന്നെ പോയത് ഒരു ATM തപ്പിയിട്ടാണ്. നമുക്ക് നമ്മുടെ കാർഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ, വിഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയണം. അങ്ങനെ പോയി കുറച്ച് കാശൊക്കെ എടുത്തു. അപ്പോൾ മനസ്സിലായി ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇറങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്, നമുക്ക് ഇവിടുത്തെ സീൽ കിട്ടത്തില്ല. അതായത് നമ്മൾ ഓൾറെഡി ജർമ്മനിയിൽ ട്രാൻസിറ്റ് ഇറങ്ങിയതുകൊണ്ട് ജർമ്മനിയിൽ നമുക്കൊരു സീൽ തന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു സീൽ കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ്, ഇമിഗ്രേഷൻ ഇല്ല, ജസ്റ്റ് നമ്മൾ ആ വഴിയിലൂടെ നടന്നു വന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനിയാണ് നമ്മുടെ ക്യാമ്പ്രോവിന് തരാമെന്ന് പറഞ്ഞ ടീംസിൻ്റെ ഇൻഫോ അനുസരിച്ച്, അല്ലെങ്കിൽ അവർ തന്ന ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് നമുക്ക് അവർ വന്ന പിക്കപ്പ് പോയിന്റിലോട്ട് പോകണ്ടേ. അപ്പോൾ അവർ വന്ന 4 മനുഷ്യന്മാരുള്ളൊരു സ്ഥലം, അതാണ് ഈ സ്ഥലം. അവിടെ നിന്ന് കുറച്ച് നടന്ന് നേരെ റൈറ്റ് ടേൺ എടുക്കാനായിട്ട് പറഞ്ഞത്. അങ്ങനെ കുറച്ച് ദൂരം അവിടെ നടന്ന് നേരെ റൈറ്റ് ടേൺ എടുത്ത് നേരെ നടക്കാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. ഇത് ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ അവർക്ക് മെയിൽ അയച്ചു, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, റെഡി ഫോർ പിക്കപ്പാണ്, വിത്തിൻ 4 മിനിറ്റ്സ് 5 മിനിറ്റ്സിൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തും എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മെയിൽ അയച്ചു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ മെയിൽ വന്നു, എല്ലാം സെറ്റാണ്, നിങ്ങൾക്കുള്ള വണ്ടി ഇവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും, നിങ്ങളൊരു 15 മിനിറ്റത്തോളം അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്ലൈ വന്നു. അങ്ങനെ ഞങ്ങൾ ഇവർ പറഞ്ഞ വീഡിയോയിൽ ഇൻസ്ട്രക്ഷൻസ് നോക്കിയിട്ട് നേരെ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യം മനസ്സിലായി, ഇവിടെ കുറച്ച് റിനോവേഷൻ വർക്ക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടും അവർ തന്ന വഴിയിൽ നിന്ന് കുറച്ചൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ പോകുന്ന പോയിന്റ് അവർ പറഞ്ഞ എക്സാക്റ്റ് പോയിന്റിലോട്ട് തന്നെയാണെന്നുള്ള കാര്യം ഞങ്ങൾ കൺഫേം ചെയ്തു. അപ്പോൾ പുറത്ത് നല്ല തണുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണുപ്പ് അത്രയില്ല, പക്ഷേ കാറ്റ് ഈ തണുപ്പിനെ ഇരട്ടിയാക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അതായത് ഞങ്ങൾ വെതർ നോക്കി കഴിഞ്ഞപ്പം 4 ഡിഗ്രി 5 ഡിഗ്രി എന്തോ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഫീൽസ് ലൈക്ക് മൈനസ് ആയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ച് ഗ്ലൗസൊക്കെ ഇട്ട് ജാക്കറ്റ്സൊക്കെ ഇട്ട് റെഡി ആവാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരുന്നു.
കാരണം വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് കയറണം, ലഗേജ് എല്ലാം അതിൻ്റെ അകത്ത് വയ്ക്കണം എന്നുള്ളൊരൊറ്റ മൈൻഡിലായിരുന്നു ഞങ്ങൾ ഇരുന്നിരുന്നത്. അപ്പോൾ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾ എത്താറായി. ഈ ഒരു പാർക്കിംഗ് കഴിഞ്ഞ് അടുത്തൊരു പാർക്കിങ്ങിലാണ് വണ്ടി വരുന്നത്. അതിന് അങ്ങോട്ടുള്ള യാത്രയിലാണ്. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതിനിടയിൽ തന്നെ ക്യാമ്പീസിയുടെ ഷട്ടിൽ വണ്ടി, അതായത് ഷട്ടിൽ വാൻ വരുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ടായിരിക്കും വരുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ കൈയൊക്കെ വെച്ചും കാണിച്ചു. വണ്ടി ഞങ്ങൾ നിൽക്കുന്ന ഏകദേശം ആ സൈഡിലോട്ട് തന്നെ വണ്ടി ടേൺ ചെയ്തു, കൊണ്ടുപോയി പാർക്കൊക്കെ ചെയ്തു. പക്ഷെ എന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞങ്ങളെ ബോർഡ് ചെയ്തതിൻ്റെ പകരം ഈ നിൽക്കുന്ന രണ്ട് കപ്പിൾസിനെ ഒരു കപ്പിൾസിനെ അവർ വണ്ടിയിൽ കയറ്റി. ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളും വെയിറ്റ് ചെയ്യുമായിരിക്കും വിചാരിച്ച് ഞങ്ങൾ അടുത്തോട്ട് പോകുമ്പോൾ തന്നെ അങ്ങനെ വണ്ടി എടുത്ത് വിട്ടു. അപ്പം ഞങ്ങൾ പിന്നെ ഒരു മെയിൽ അയച്ചു. ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളൊരു മെയിൽ അയച്ചു. അപ്പം തന്നെ കുറച്ച് നേരം റിപ്ലൈ വന്നു, ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ വേറൊരു വണ്ടി വിടാം, കുറച്ചൊരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ, അത് ചിലപ്പം ഡ്രൈവർ അടുത്ത് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ആൾക്ക് മനസ്സിലാവാതിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അത് സാരമില്ല, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങളവിടെ പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഞങ്ങളവിടുത്തെ പല സ്ഥലങ്ങളും കണ്ടത്. അപ്പോൾ അകലെ തന്നെ ഒരു മഞ്ഞുമല ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റി. ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തിരിക്കുകയാണ് എയർപോർട്ടിൽ. ഞങ്ങൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ക്യാമ്പർ വാനാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാമ്പർ വാൻ്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് അവർ ഷട്ടിൽ വാനായിരിക്കുന്നു പറഞ്ഞു. പക്ഷെ ഒരെണ്ണം വന്നു. പക്ഷെ അത് ഞങ്ങളെന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ അത് വേറൊരു കപ്പിളിനെ കൊണ്ടുപോയി. ഞങ്ങൾക്കായിട്ട് വേറെ വരുന്നതാണ് തോന്നുന്നത്, കാരണം ഞങ്ങൾക്ക് മെയിൽ അയച്ചായിരുന്നു ഓൺ ദ വേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെപ്പറേറ്റ് ആണെന്ന് തോന്നുന്നു ഓരോ ടീമിന്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. തണുപ്പുള്ളതുകൊണ്ട്, തണുപ്പല്ല കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, എന്നാലും ഓക്കെയാണ്, കുഴപ്പമില്ല. ഞങ്ങൾ ഗ്ലൗസൊക്കെ ഇട്ടു. ഇനി അവർക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് എത്തുന്ന പറഞ്ഞു. നോക്കട്ടെ, ബൈ. അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ തന്നെ അടുത്ത അവരുടെ തന്നെ സെയിം ഡ്രൈവർ തന്നെ വേറൊരു വണ്ടിയായിട്ട്, അല്ലെങ്കിൽ അതേ വണ്ടിയായിട്ട് തന്നെ പിന്നെ റിട്ടേൺ വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് കൺഫേം ആയിരുന്നു, ഈ വണ്ടി എന്തായാലും ഞങ്ങൾ പിക്ക് ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കൈയൊക്കെ പിന്നെയും വീശിക്കാട്ടി. ആൾ പിന്നെയും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അതിന് കൊണ്ടുപോയി അപ്പുറത്തെ ഒരു കാർ പാർക്കിന് കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ആൾ റിവേഴ്സ് ഇട്ട് വന്നു. പിന്നെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് പെട്ടിയെല്ലാം കയറ്റി. പിന്നെ ഞങ്ങൾ വേറൊരു കപ്പിളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കപ്പിൾസിനെ ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പം ഇവർ സിംഗപ്പൂരിൽ 8 വർഷമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കറൻ്റ്ലി ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നതൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു. ഞങ്ങളടുത്ത് കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞു. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഏഷ്യൻ കൺട്രിയിൽ നിന്നുള്ള വേറൊരു രാജ്യത്തു നിന്ന്, അല്ലെങ്കിൽ ഫിലിപ്പീൻസിൽ തന്നെ ആൾക്കാർ ഇവിടേക്കും കാണാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന് നേരമൊക്കെ മനസ്സിലായി. അങ്ങനെ വണ്ടിയിലിരുന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ, അതായത് അവിടെ എത്തുന്നവരെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. എന്താ പറയുക, അധികം തിരക്കൊന്നുമില്ലാത്ത റോഡ്, വിജനമായ സ്ഥലങ്ങൾ. ഏകദേശം ഇതൊരു സിറ്റിയാണ്, ഇവരൊരു മെയിൻ എയർപോർട്ടിലിരിക്കുന്ന സിറ്റിയാണ്. പക്ഷേ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അത്ഭുതമായി. കാരണം ഇവിടെ ഒറ്റപ്പെട്ട് എടുക്കുന്ന പോലെ തോന്നി. ഇതൊരു ഫ്ലൈറ്റ് ഇറങ്ങുന്നു. അങ്ങനെ പിന്നെ ഡ്രൈവർ നേരെ ഇവരുടെ വണ്ടി പിക്കപ്പ് ലൊക്കേഷനിലോട്ടുള്ള യാത്രയിലേക്ക് ഞങ്ങളെല്ലാവരും ക്ഷണിച്ചു. എല്ലാവരുടെ അടുത്തും സുഖാന്വേഷണമൊക്കെ നടത്തി. ഞങ്ങളെല്ലാവരും ഹായൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി പിക്കപ്പ് ചെയ്യുന്ന അവരുടെ യാർഡിലെത്തി. അപ്പം മാക്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വണ്ടിയാണ് ഞങ്ങളുടെ, കാരണം ഞങ്ങൾക്ക് അയച്ചെന്ന എഗ്രിമെൻറ്റിൽ ആ ഒരു വണ്ടിയാണ് ഞങ്ങളുടെ. അപ്പം ഞങ്ങൾ അതിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ ഫ്രണ്ട് ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ലേഡിയായിട്ട് സംസാരിച്ചപ്പോൾ ലേഡി ഒരു ഐപാഡ് വന്നിട്ട് പറഞ്ഞു, ഐപാഡല്ല ടാബ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ വണ്ടിയിലോട്ടുള്ള ടാബ് ഇതാണ്, നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ച് നോക്കണം. അതുപോലെ തന്നെ വണ്ടി എങ്ങനെ യൂസ് ചെയ്യാം, അതിനുള്ള സെറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞു. ഞങ്ങൾ ഐപാഡ് അവിടെ നിർത്തുകൊണ്ട് വന്നു. ഞങ്ങളൊരു എഗ്രിമെൻറ്റ് അവിടെ നിന്ന് സൈൻ ചെയ്തായിരുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ സോഫ്റ്റ് കോപ്പിൻ്റെ അകത്ത് ഇരിക്കുന്നത്. സംഭവം എന്ന് കഴിഞ്ഞാൽ ഞങ്ങളവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഒരു ടാബ് വന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, അതെല്ലാം വായിച്ച് നോക്കിയിട്ട് റെഡി ആണെങ്കിൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു. അതിൽ കുറച്ച് വീഡിയോസും കാണാനുണ്ട്.
അപ്പം വീഡിയോസ് കാണാൻ പോവാണ്. അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇനി ഞങ്ങൾക്ക് ചാവി കിട്ടി ക്യാമറൻ്റെ അകത്ത് വരുന്നതിന് കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആളാണ് നമുക്ക് വണ്ടി വരുന്നതിന് മുന്നേ സംസാരിക്കാനായിട്ടുള്ള ലാസ്റ്റ് അവിടുത്തെ ഓഫീസിലത്തെ ആൾ. ഇനി ഇങ്ങേരാണ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളുടെ ലൈസൻസ്, ഇൻ്റർനാഷണൽ ലൈസൻസ് എല്ലാം വെരിഫൈ ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് അവിടെ നമ്പർ എഴുതി വെച്ചു. കാരണം എന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കാശ് ഞങ്ങളെന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. There's a lot of stuff around, so also there is quite big slope down, so it's better to just use the tunnel and go through. So the tunnel fee you have to pay in advance, right? 24 Within Oh, within 24 24 hours, hours. but it's good to do it in advance to not forget. So here's the car key. It's a Volkswagen. Remember to keep it all the time. It's very important. Car can lock itself. It happens very often. So to avoid a situation that you'll be locked outside for a few hours all the time in your pocket. Discount card on the station that you watched on the video, car number, and the car is detail. Okay. So we can use this card for to top up the gas, right? This is just a discount. Oh, only for discount. Okay. You have I to mean, use your card to pay. yeah, I This is just a think discount. I discount it. So the car is parked here on the right side of the building next to the fence. There's none of the cars. Car should be there. All the extra that you've here, everything should be inside. Double check if something will missing. Come back to me and fix it. All the list you have here on a contract. On the way back, remember to clean the dishes, throw out all the trash, put bedding back into the plastic bags, and refill the car to the same level. What about the wash? The outside. You don't have to. And also we need to keep our trolley bag here. The luggage. Yeah, the luggage we have to When share. you go to the car, you can Yeah, pack your things. You can bring me the empty suitcase. I'll mark it to your name and put it to the storage. Okay. And how many suitcases do you have? Maybe we all have 3. Then we need to Okay, check. some prints, the 3 tags, so I'll mark it. No problem. Okay, that would come to you guys. Any more questions? So far, Yeah, so we when you will finish say unpacking, first. bring me the suitcases and I'll mark it. So it's better to just put it next to the sofa and let me Okay. know. Okay. Thank you. Bye. Thank you. നമ്മൾ വണ്ടി റെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഏറ്റവും പ്രധാന ഒരു സ്ഥലമാണിത്. കാരണം പല യാത്രികരും ഇവിടെ വന്ന് വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ അവരിലുള്ള ലെഫ്റ്റ് ഓവേഴ്സ് അവർ ഇവിടെ പ്ലേസ് ചെയ്യും. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതല്ല ഇവിടെ നിന്ന് എത്ര വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഐറ്റംസ് നമുക്ക് ആവശ്യമുള്ളത്, അതായത് ഗ്യാസ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഒരു ഫ്രിഡ്ജും ഉണ്ടായിരുന്നു. ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാം. അപ്പം ഞങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള ടിഷ്യൂ പേപ്പേഴ്സ്, പിന്നെ എന്തൊക്കെയായിരുന്നു ഉപ്പ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ, പിന്നെ ഓയിൽ സ്പ്രേ ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ കപ്പ് നൂഡിൽസ്, പിന്നെ സൂപ്പിൻ്റെ എന്തൊക്കെ ഐറ്റംസ്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പൊക്കി തന്നെ വേണമെങ്കിൽ അറിയാം. പൊക്കി എന്ന് പറയാൻ പറ്റത്തില്ല, അത് എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. നമ്മൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് അതെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത കുറച്ച് സാധനങ്ങൾ. പിന്നെ ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് ഇതൊക്കെ വേറെ പലരും സ്റ്റോർ ചെയ്യുന്നവരുണ്ട്, പലരും എടുക്കുന്നവരുണ്ട്. ഇതാണ് ഞങ്ങളുടെ പെട്ടി. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ക്യാമറയിലോട്ട് മാറ്റി അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പെട്ടി അവിടെ തന്നെ കൊടുത്തു അവരുടെ അടുത്ത് കീപ്പ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് പെട്ടി വെക്കാനുള്ള ഒരിടം ഫ്രിഡ്ജിൻ്റെ അകത്ത് ഉണ്ടായെന്ന് വരത്തില്ല. ഫ്രിഡ്ജിൻ്റെ അകത്തല്ല, ക്യാമറമാൻ്റെ അകത്ത് ഉണ്ടായെന്ന് വരത്തില്ല. ഇനി നമുക്ക് നേരെ ക്യാമറമാൻ്റെ അകത്തേക്ക് പോകാം. ക്യാമറമാനെ ഞങ്ങൾ ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഞങ്ങളുടെ ലിസ്റ്റ് നോക്കി എന്തൊക്കെ ഐറ്റംസ് ആണ് അവർ തന്നത്, അവർ പറഞ്ഞ ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടോ, അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ഡീറ്റെയിൽസും അവരെ ഒന്ന് ബില്ല് വെച്ച് നമ്മൾ ഇൻവോയ്സ് വെച്ച് നമ്മൾ നോക്കി. ഇതാണ് ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഫ്രിഡ്ജ്, നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രിഡ്ജ്. ഇതാണ് നമ്മുടെ കിടക്ക കം ഡൈനിങ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടി, വോക്സ്വാഗൻ്റെ ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പം ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കിട്ടി എന്തെങ്കിലും കേടുപാടുകളുണ്ടോ അപ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇത്. നമ്മൾ വണ്ടിയുടെ ഫുൾ 4 സൈഡ് നമ്മൾ ഫോണിലെ ക്യാമറ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തു. അവിടെ നമ്മൾ നേരെ ആദ്യം പോയത് ബോണസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അതായത് ഐസ്ലാൻഡിലെ നോർമൽ ആൾക്കാർ സാധനങ്ങൾ മേടിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ്. നമുക്ക് മിനിമലായിട്ട് കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അതായത് നമുക്ക് ആദ്യം പോയി നമുക്ക് കണ്ടാൽ നമുക്ക് എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് മേടിക്കേണ്ടത്. നമുക്ക് കുറച്ച് ഫുഡ് നമ്മുടെ കയ്യിൽ ടേസ്റ്റ് നിബിൾസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു നേരത്തെ ഫുഡ് ഡെയിലി നമുക്ക് എന്താ പറയുക ഉണ്ടാക്കി തന്നെ കഴിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ സുഹൃത്തുക്കളുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ബോണസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിലോട്ട് വിട്ടു. അവിടെ പോയിട്ട് നമ്മൾ
വെള്ളം, മുട്ട, പിന്നെ ബ്രെഡ്. ഇതാണ് നമുക്ക് മെയിൻലി ഉണ്ടോയെന്ന് അറിയേണ്ട കാര്യം. അപ്പോൾ നമ്മളത് അന്വേഷിക്കാനായിട്ട് നമ്മൾ ആദ്യം അവരുടെ കടയിലോട്ട് പോയി. അപ്പോൾ അത് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇവിടുത്തെ പേയ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇവിടെ എന്തൊക്കെ ഐറ്റംസ് കിട്ടും, എങ്ങനെയാണ് ഇവിടുത്തെ വിവര പട്ടിക, അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ നടന്നു പോയത്. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ബോണസിന് മേടിക്കാൻ പോകണം. അതായത് മുട്ട, ബ്രെഡ്, വെള്ളം. അത് മേടിച്ചിട്ട് വരാം. അപ്പോൾ കയറിയപ്പോൾ തന്നെ നമുക്ക് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് കോൺഫ്ലെക്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് പാലിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പണി അത്രയും കുറഞ്ഞു. പിന്നെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഫ്രോസൺ പിസ്സാസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ കിച്ചണുള്ള ഏരിയകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓവൺ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചൂടാക്കിയിട്ട് ഒരു മീലൊക്കെ ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. നൈറ്റോ അല്ലെങ്കിൽ നല്ല സ്പോട്ട് ഇട്ടാണെങ്കിൽ നമുക്ക് നല്ല ഹീറ്റോട് കൂടിയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 3 ടൈപ്സ് ഓഫ് പിസ്സ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് വെള്ളം എടുക്കാനാണ്. അപ്പോൾ വെള്ളം എടുക്കാൻ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ ഒരു ടൈപ്പ് വെള്ളം മാത്രമേ എന്താ പറയുക സോഡ ഇല്ലാതെ, അവിടെ ഉള്ളതൊക്കെ ഗ്യാസ്ഡ് വെള്ളമായിരുന്നു. സാധാരണ നമ്മുടെ നോർമൽ മിനറൽ വാട്ടർ അവിടെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ആകെയൊരു മിനറൽ വാട്ടർ തന്നെ നല്ലൊരു എമൗണ്ട് $8 4 കുപ്പിക്ക് ഞങ്ങൾക്ക് ചിലവാക്കേണ്ടി വന്നു. അപ്പം അങ്ങനെ അതെടുത്തു. പിന്നെ ഷവർ ജെല്ല് പറഞ്ഞാൽ മേടിച്ചു. കാരണം നമുക്ക് ക്യാമ്പിംഗ് സൈറ്റിൽ കുളിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷവർ ജെല്ലില്ലാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഷവർ ജെല്ല് പറഞ്ഞെടുത്തു. അങ്ങനെ ഏകദേശം പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ പേയ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് പോയി. പേയ്മെൻറ്റ് ഞങ്ങൾ സെൽഫായിട്ട് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു. കവറ് നമ്മളവിടെ പോയിട്ട് എടുക്കണമായിരുന്നു. അങ്ങനെ കവറെല്ലാം എടുത്ത് നമ്മൾ പേയ്മെൻ്റ് എല്ലാം നമ്മുടെ സിംഗപ്പൂരിൽ ഞങ്ങൾക്ക് കിട്ടുന്നൊരു കാർഡ് വെച്ചിട്ട് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്തു. ആ കാർഡ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. യൂട്രിപ്പിൻ്റെ കാർഡായിരുന്നു. കാരണം നമുക്ക് നല്ല രീതിക്കുള്ള കൺവെൻഷൻ റേറ്റ് നമുക്ക് കാർഡ് വെച്ച് കിട്ടിയായിരുന്നു. ഐസ്ലാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും കാർഡ് അക്സെപ്റ്റഡ് ആണ്. ഇനി എനി ചാൻസ് ചിലപ്പോൾ എന്താ പറയുക നിർഭാഗ്യവശാൽ മാത്രം നമുക്ക് ക്യാഷിൻ്റെ ഒരു ആവശ്യം വരത്തുള്ളൂ. എല്ലായിടത്തും ഒക്കെ ഞങ്ങൾ കാർഡ് തന്നെയാണ് യൂസ് ചെയ്തത്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് വാനിലേക്ക് തന്നെയാണ്. നമുക്ക് ഇനി ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് നമുക്ക് ആദ്യം പോകേണ്ടത് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. കാരണം ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഡേ സ്റ്റേ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഹൗസ് ആണ് എടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ക്യാമ്പറോണിൽ പോകുന്നത്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ പോയി എടുക്കുമ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് എത്രത്തോളം നമുക്ക് ഓക്കെ ആയിരിക്കുമോ, അത് പാടായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഡേ എന്തായാലും നമുക്കൊരു ഗസ്റ്റ് ഹൗസ് എടുക്കാം. അവിടെ ചെന്നിട്ട് നമുക്ക് നമ്മുടെ വാനൊന്ന് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അതായത് നമുക്ക് പെർമനൻ്റ് ആയിട്ട് കിടക്ക എപ്പോഴും വിരിച്ചിടുന്ന കാണും, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി നൈറ്റ് ആകുമ്പോൾ കിടക്ക സെറ്റ് ചെയ്യുന്ന കാണും, ഏതായിരിക്കും നമുക്ക് ബെറ്റർ എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ നമുക്ക് അത് പ്ലാൻ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാം. അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റത്തെ ഡേത്തെ അജണ്ട. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഗസ്റ്റ് ഹൗസിലേക്കുള്ള ലൊക്കേഷൻ ഇട്ടും നേരെ വണ്ടി അങ്ങോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടുത്തെ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ്, നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ടാണ് വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കും ഇതൊരു പുതിയ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വണ്ടി ഓടിച്ചിട്ട്. അപ്പം എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു.
പിന്നെ അതെല്ലാം ഓക്കെ ആയി. പിന്നെ നമ്മൾ ആദ്യം സ്റ്റേ എടുത്ത സ്ഥലത്തെത്തി. അവിടെ എത്തി സെൽഫ് ചെക്കിനായിരുന്നു. നമ്മൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡെല്ലാം അടിച്ച് നമ്മൾ അവരുടെ ഡോറെല്ലാം തുറന്ന് റൂം കണ്ടുപിടിച്ചു. റൂമിൻ്റെ അവിടെയും പാസ്വേഡ് തന്നെയായിരുന്നു. അങ്ങനെ പാസ്വേഡെല്ലാം അടിച്ച് നമ്മൾ നേരെ റൂമിലോട്ട് കയറി. റൂമിൽ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കിടലിനായിരുന്നു. അതിൻ്റെ അകത്ത് 3 ബെഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ലേക്കിൻ്റെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷൻ ആയിരുന്നു നോർത്ത് ലൈറ്റ്സ് കാണാൻ നമുക്ക് കാണാൻ പറ്റും, കിടലിനായിരിക്കും, കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഞങ്ങൾക്ക് വർത്തമാനം പറഞ്ഞിട്ടാണ് ഞങ്ങൾ റൂമിലോട്ട് കയറിയത്. നല്ല ഭംഗിയുണ്ടായിരുന്നു സ്ഥലം. ഞങ്ങൾ മാത്രമല്ല വേറെ പലരും അവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട് അന്നത്തെ രാത്രിക്ക്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെയൊക്കെ തന്നെ നിന്നു. പിന്നെ നേരെ നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കണം. കാരണം ലേറ്റായി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് എടുക്കുന്നത് ലേറ്റാകും. പിന്നെ അടുത്ത ദിവസം നമുക്ക് രാവിലെ നേരത്തെ എണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തോന്നി. അങ്ങനെ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി. നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യണതിന് മുന്നേ ആയിട്ട് അങ്ങനെ നമ്മൾ ക്യാമറയിലോട്ട് നടന്നു. നമുക്ക് അന്ന് കുളിക്കാനുള്ള ഡ്രസ്സും അന്ന് ഉപയോഗിക്കാനുള്ള ബാക്കി സാധനങ്ങൾ, പവർ ബാങ്ക്സ്, ചാർജ് ചെയ്യാനുള്ളത്, അങ്ങനെ കുറേ സാധനം നമുക്ക് വണ്ടിയിൽ നിന്ന് എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു. ഞങ്ങൾ ഫുഡും ഫ്രോസൺ പിസയും എടുത്തു. അങ്ങനെ നേരെ ഞങ്ങൾ അവരുടെ കിച്ചണിലോട്ട് എത്തി. ഞങ്ങൾ പിന്നെ നേരെ അവരുടെ ഓവണെല്ലാം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഏകദേശം 8 മണി ആയിട്ടുണ്ട്. എന്നാലും പുറത്ത് ഭയങ്കര വെളിച്ചമുണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ അവരുടെ കിച്ചണിലോട്ട് എത്തി. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരും കിച്ചണിൽ അധികം പേര് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര സുഖമായിരുന്നു. ഇതൊരു ഷെയർഡ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവിടെയും കുറേ ലെഫ്റ്റ് ഓവേഴ്സ് നമ്മുടെ ട്രാവലേഴ്സ് വെച്ച് പോകുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിൻ്റെ അടുത്തൊരു ഷെൽഫുണ്ട്. അവിടെ നമുക്ക് ഓട്സ്, കോൺഫ്ലാക്സ്, ഷുഗർ, സാൾട്ട്, കോഫി പൗഡർ, പിന്നെ സൂപ്പിൻ്റെ പൗഡർ, പിന്നെ ചോക്ലേറ്റ് പൗഡറും, അങ്ങനെ പല ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ പറ്റി. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ളത് നമുക്ക് അവിടെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് അവിടെ തിരിച്ചു വയ്ക്കാം. പിന്നെ ഇത് പറയുന്നത് ഓരോ റൂമിനും ഓരോ ഷെൽഫ് ഫ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ഫുഡ് ബാക്കിയുണ്ട്, നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ ഷെൽഫിന് നമ്പർ ചെയ്തിട്ടുണ്ട്, റൂം നമ്പർ. നമുക്ക് ആ ഒരു റാക്കിൽ നമ്മുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പം ഞങ്ങൾ ആദ്യം മട്ടൻ്റെ ഒരു സൂപ്പ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാണ് മേടിച്ചത്. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പോർഷൻ നമ്മൾ വിചാരിച്ച അത്രയ്ക്കും കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 3 പേരും ഞങ്ങൾ അത് ചൂടാക്കിയിട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ നമുക്ക് പിസ ഉണ്ടായിരുന്നു. പിസ നമ്മളങ്ങനെ ഓവൻ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി. ഇപ്പോഴെല്ലാം ഞങ്ങൾ പുറത്തോട്ട് നോക്കുകയാണ്. കാരണം നമുക്ക് നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എപ്പോഴും ഓരോ സ്ലൈസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിസ എല്ലാം കഴിച്ചു. ടേസ്റ്റ് ചെയ്യായിരുന്നു. കുഴപ്പമില്ല. നമുക്ക് എന്താ പറയുക, പിടിച്ചു നിൽക്കാനാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഉള്ളൊരു കാര്യം. അപ്പം ഞങ്ങളതെല്ലാം കഴിച്ചു. അങ്ങനെ അവിടെയൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. പുറത്ത് നല്ല തണുപ്പും അകത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് വർത്തമാനം പറയാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതിനടുത്ത പീസ് ഞങ്ങൾ ചൂടാക്കി. കാരണം നല്ല വിശപ്പുണ്ട്. കാരണം നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ ഇവിടെ എത്തുന്ന വരെ നമ്മളൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. കാരണം വണ്ടി എടുക്കാൻ പോയി. അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് നേരം ഇവിടേക്ക് വന്നു. അതിനിടയ്ക്കൊന്നും നമുക്ക് അത്ര ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ പീസെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു.
നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ സ്റ്റേ ചെയ്യാൻ വന്ന വേറെ കുറേ ടീംസ് ഉണ്ടല്ലോ, അവരും നമ്മുടെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞു, നമ്മളും തിരിച്ച് ഹായ് ഒക്കെ പറഞ്ഞു. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ട്രിപ്പും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചും. അപ്പോൾ ഇത് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നമ്മുടെ വാൻ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ അനുസരിച്ച് നമുക്ക് എപ്പോഴും ബെഡ് ഓൺ ആയിരിക്കട്ടെ എന്നുള്ള പ്ലാനിൽ നമ്മൾ ബെഡ് സെറ്റാക്കി നമ്മുടെ ലഗേജ് എല്ലാം നമ്മൾ സൈഡിലോട്ട് ഒതുക്കി, പിന്നെ ജാക്കറ്റ്സ് എല്ലാം സ്ഥലത്ത് തൂക്കിയിട്ടു. അങ്ങനെ ഒരു ഇനി നമുക്ക് കെടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ദിവസം തൊട്ട് നമുക്ക് കെടുക്കാനുള്ള സെറ്റപ്പിലൊക്കെ ഇട്ട് നമ്മൾ വേഗം മാറ്റിയെടുത്തു. അതിൻ്റെ അകത്ത് ലൈറ്റ്സൊക്കെ ഉണ്ട്, അത് ഭയങ്കര രസമാണ് നൈറ്റ് കാണാൻ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ നിന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ച് കിച്ചണിൽ. ശരിക്കും ആക്ച്വലി ഇവർക്കൊരു ഡൈനിങ് ഹോളുണ്ട്, ഭയങ്കര രസമുള്ളൊരു ഡൈനിങ് ഹോളാണ്, അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അങ്ങനെ നമ്മൾ പിന്നെ വണ്ടിയിൽ നിന്ന് കുളിക്കാനുള്ള ഷവർ ചില്ല്, പിന്നെ മാറാനുള്ള ഡ്രസ്സും, പിന്നെ ചാർജ് ചെയ്യാനുള്ള പവർ ബാങ്ക്സ്, അഡാപ്റ്റേഴ്സ് എല്ലാം ആയിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. റൂമിലെത്തിയത് എനിക്ക് ഓർമ്മയുള്ളൂ, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവന്മാരേക്കാളും ഫസ്റ്റ് കിടന്ന് ഉറങ്ങിയത് ഞാനായിരുന്നു. കാരണം നല്ല ക്ഷീണമുണ്ടല്ലോ, അതുപോലെ തന്നെ നല്ല തണുപ്പ്. അപ്പം നമുക്ക് ഈ ഗസ്റ്റ് ഹൗസിനകത്താണെങ്കിൽ ഒരു വാം കണ്ടീഷനാണ്, അതായത് അത്ര ചൂടുമില്ല അത്ര തണുപ്പില്ലാത്ത. അങ്ങനെ നേരെ വന്നു, നമുക്ക് കയ്യിലുള്ള എല്ലാം ചാർജിങ്ങിലായിരുന്നു. അങ്ങനെ എല്ലാം ചാർജിങ്ങിൽ ഇട്ടിട്ട് നേരെ കിടന്നുറങ്ങി. അപ്പം ഇനി അടുത്ത ദിവസത്തെ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ബായ്.